നമ്മൾ വായിച്ച സങ്കീർത്തനം 34 സങ്കീർത്തനം, അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്താവിൻ്റെ ദാസനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഹല്ലേലൂയ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു ദൈവഭൃത്യനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്കൊക്കെ അറിയാം, സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ വളരെ ശക്തമായിട്ട് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. സ്തോത്രം. ഹല്ലേലൂയ. വാഴ്ത്താൻ കൊള്ളാവുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ നാമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം വചനം പറയുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുന്ന ഏകനാമം. സ്തോത്രം. അപ്പോൾ ഈ വാഴ്ത്തുവാൻ അർഹതയുള്ള, അല്ലെങ്കിൽ അതിന് ഹല്ലേലൂയ യോഗ്യനായിട്ടുള്ള, നമ്മൾ പാടിയതുപോലെ ഒരേ ഒരു നാമം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് ഇവിടെ ഹല്ലേലൂയ പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും. ഇന്ന് രാത്രി ആലയത്തിലേക്ക് കടന്നു വന്നിട്ട് ദൈവത്തെ സ്തുതിക്കാതെ പോലെ രീതിയിൽ നമ്മൾ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചോ? സ്തോത്രം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ദൈവമക്കൾ പലപ്പോഴും സ്തോത്രം ചെയ്യുവാനും സ്തുതിക്കുവാനൊക്കെ വിമുഖരായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ അകത്തളങ്ങളിൽ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ അകത്തളങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിരിക്കാം. പക്ഷേ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ സർവ്വശക്തിയോട് നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമാണ്. സർവ്വശക്തിയോടും കൂടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഈ മാംസപേശികളൊക്കെ സ്തോത്രം എപ്പോഴും ഒരേ പരുവത്തിൽ ഇരിക്കത്തില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ സ്തോത്രം നമ്മൾ ആരോഗ്യത്തോടും ബലത്തോടും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം. സ്തോത്രം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്തോത്രം ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തിൽ നമ്മളെപ്പോഴും സ്തോത്രം പറയുന്നവരായിരിക്കണം. സ്തോത്രം. അതിനകത്തൊരു പ്രത്യേക ശക്തിയുണ്ട് ദൈവത്തിന്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു 10 പ്രാവശ്യം ദൈവമക്കൾ ശക്തമായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ. നമ്മുടെ അകത്തളങ്ങളിൽ ഹല്ലേലൂയ അടിവയറ്റിലൂടെ ഒരു ശക്തി കയറി വരുന്നതായിട്ട് നമുക്ക് തോന്നും. നിന്നെ അലട്ടുന്ന, നിരാശപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ തീയിൽ ഹല്ലേലൂയ മെഴുകുരുകുന്നത് പോലെ ഉരുകി മാറും. അത്രമാത്രം ശക്തിയുണ്ട് സ്തോത്രം പറയുന്നതിന്. അതുകൊണ്ട് ദാവീദ് ജനത്തെ ആഹ്വാനം ചെയ്യുകയാണ്, പാടുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇതിന് നമ്മൾ കണക്ക് പറയേണ്ടി വരും. നമ്മുടെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ പ്രഗത്ഭന്മാർ, എത്രയോ ഉന്നതന്മാർ. ദൈവത്തിന് സ്തോത്രം. 39-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസത്തിന് തുല്യനാ എന്ന് പറഞ്ഞാൽ ഈ വിടുന്ന ശ്വാസം മേലോട്ട് ഇടുന്നത് പുറത്തോട്ട് പോകുന്നത് അല്ലെങ്കിൽ അകത്തോട്ട് എടുക്കാനൊക്കെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരുണയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ആലയത്തിനകത്ത് കടന്നു വന്നിട്ട് മിണ്ടാമടത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കരുത്. സ്തോത്രം. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, അവിടെ സ്തോത്രവും ഹല്ലേലൂയും ഒക്കെ പറയുന്ന ആൾക്കാരെ കളിയാക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ കാലം കുറെ കഴിഞ്ഞപ്പം ഇപ്പം പെന്തക്കോസുകാരെക്കാട്ടിലുമൊക്കെ മറ്റ് സാമുദായിക സഭകൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന, അവർ കണ്ണുനീരോടുകൂടി കൈ ഉയർത്തി ഹല്ലേലൂയായ സ്തോത്രം എത്ര പറഞ്ഞാലും മതിവരാത്ത നിലയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ ജനമെന്ന് ഹല്ലേലൂയ പെന്തക്കോസ് അനുഭവം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളെന്നൊക്കെ അഭിമാനിക്കുന്ന നമ്മുടെ ഇടയിൽ സ്തോത്രവും സ്തുതിയൊക്കെ കുറഞ്ഞു പോയി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തമിഴ് സഹോദരങ്ങൾ പറയുന്നത് പോലെ ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന് ഹല്ലേലൂയ പോടുങ്കോ ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ സ്വയമേ അങ്ങ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം കരയറ്റണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനകത്ത് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്തോത്രം. ഭാഷയെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനോ ഒന്നുമല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മൾ ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് വലിയവനായ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല, ഞാനിവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്കും ഈ ആലയത്തിൽ വന്നിരുന്ന സമയത്ത് ഇവിടെ പാട്ട് പാടിയ സമയത്തുമൊക്കെ ഹല്ലേലൂയ ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് ഹേമിച്ച ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ഒരു വിടുതൽ പ്രാപിച്ച് ഇതിനകത്തുനിന്ന് പോകാവുള്ളൂ. വിവിധ നിലകളിലുള്ള ഭയം. ദൈവത്തിന് സ്തോത്രം. എന്തോ അകാരണമായി ചിലത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭയം ജീവിതത്തിൽ. ഹല്ലേലൂയ. ഈ ഭയമെന്ന് പറയുന്ന ഒരു കെണിയാണ് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. തിമോത്തിയോസിന് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ദൈവം ഭയപ്പെടുത്തുന്ന ദൈവമല്ല, നിന്റെ ഭയത്തെ മാറ്റുന്ന ദൈവമാണ്. ചില ദൈവങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ട് അന്നേരം തന്നെ കൊളാപ്സ് ആകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദൈവം ഹല്ലേലൂയ ചൂലേങ്കാരത്തി പറഞ്ഞതുപോലെ, എൻ്റെ പ്രിയനോ അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000-ങ്ങളിൽ
നോക്കാൻ കൊള്ളാവുന്ന ഒരു മുഖമുണ്ടെങ്കിൽ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മുഖമാണ്. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യൻ്റെ മുഖത്തിന് ഭാവഭേദങ്ങളുണ്ടാകും, വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പം ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ വളരെ ഗൗരവമായിട്ടിരിക്കും. സ്തോത്രം. എന്നാൽ നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യേ ദൈവത്തിന് സ്തോത്രം, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോട് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുമ്പം നമ്മുടെ ഹല്ലേലൂയ ഹൃദയം പ്രക്ഷുബ്ധമാണെന്നുണ്ടെങ്കിൽ അത് ഹല്ലേലൂയ സമാധാനമായി ശാന്തമായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വലിയ ആകുല ചിന്തയോടുകൂടി നമ്മുടെ ഭാരവുമായിട്ട് മറ്റൊരു മനുഷ്യൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപക്ഷെ അവർ അതിലും വലിയ ടെൻഷനിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അവരുടെ മുഖം കാണുമ്പോൾ നമ്മുടെ ഉള്ള ടെൻഷൻ കൂടെ പിന്നെയും കൂടും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാകുന്നു. ഒരു രൂപം കണ്ടാൽ തോന്നത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യ ശുശ്രൂഷ വിചാരണ ചെയ്യുന്ന ആ സമയത്ത് ഹല്ലേലൂയ പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് കർത്താവിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പീലാത്തോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. പുറത്ത് നിൽക്കുന്ന യഹൂദന്മാരും മറ്റ് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ ഉപദ്രവിച്ച് ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി പോയത് കൊണ്ട് പീലാത്തോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം ഹല്ലേലൂയ കണ്ടാൽ തിരിച്ചറിയാനില്ലാത്ത നിലയിൽ കർത്താവിനെ ഹല്ലേലൂയ അവർ ഉപദ്രവിച്ചു. ദൈവത്തിന് സ്തോത്രം. ആർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അല്ലെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നും മുറിവേറ്റും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കർത്താവ് നമുക്ക് വേണ്ടി അടിയേറ്റതാ, നിന്നയേറ്റതാ, തുപ്പലേറ്റതാ, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതാ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ സഭയെ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഞാനും നിങ്ങളെ മുഖാന്തരം വീണ്ടും നമ്മുടെ കർത്താവിനെ വികൃതമാക്കുവാൻ, അടിയേക്കുവാൻ, തുപ്പലേക്കുവാൻ, ഒരു പരിഹാസപാത്രമായി തീരുവാൻ നമ്മുടെ ജീവിതം മുഖാന്തരം ഇടയായി തീരരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കർത്താവിന് പ്രസാദകരമായി തീരണം. സ്തോത്രം. യേശുവിൻ്റെ രക്തം, നമ്മൾ പലപ്പോഴും പറയുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി തന്നെ ഈ വാക്യമുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവ് കരുണയുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം, നമ്മളെ കാത്തു പരിപാലിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം, പ്രിഷ്യസ് ബ്ലഡ്, ആ ബ്ലഡിനാലാ ദൈവം നമ്മളെ വീണ്ടെടുത്തത്. ഇന്ന് രാത്രി ആ രക്തത്താൽ കർത്താവെ എന്നെ കഴുകി ഒന്ന് ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം നിന്റെ മേൽ അടയാളമുണ്ടോ? ഈ ലോകത്തിൻ്റെ ഒരു അന്ധകാര ശക്തി, ഒരു വൈശാചിക വ്യാപാരങ്ങളും ഒരു ആഭിചാര ശക്തിയും ദൈവവൈദ്യനെ നിന്നെ തൊടത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ കേട്ടു നമ്മുടെ കൂട്ടു സഹോദരൻ ഹല്ലേലൂയ ടോബി ബ്രദറിൻ്റെ ജീവിതത്തിൽ അവരുടെ യാത്രയിൽ ഹല്ലേലൂയ അനർത്ഥം വലിയ വ്യസന കാരണമായി തീരാമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ദൂതന്മാർ കാവൽ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിന്ന് ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, നീ ഒരുപക്ഷെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിരിക്കാം ആലയത്തിൽ കടന്നു വരുന്നത്. എന്നാൽ യേശുവിൻ്റെ രക്തത്തിൽ നീ മറിഞ്ഞിട്ടുണ്ടോ? നിനക്ക് ചുറ്റും ദൂതന്മാർ കാവലായിട്ടുണ്ട്. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ നോളജോ നമ്മുടെ ഏതാണ്ട് ഹല്ലേലൂയ മറ്റെന്തെങ്കിലും അമാനുഷികമായ കഴിവുകൾ കൊണ്ടൊന്നുമല്ല ഈ പട്ടണത്തിലൂടെ വാഹനം ഓടിച്ച് നമ്മൾ നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ബോധമില്ലാത്ത ഇവിടുത്തെ ചില ആളുകൾ അവരുടെ വലിയ വാഹനവുമായിട്ട് ഓടിച്ചു വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും ചിലപ്പം. സ്തോത്രം. എത്രയോ ഹല്ലേലൂയ ജീവിതങ്ങൾ ഈ റോഡിൽ പൊലിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മിടുക്കുകൊണ്ടല്ല നമ്മൾ ഇപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അനർത്ഥം വരാൻ സാധ്യതയില്ലാഞ്ഞിട്ടല്ല, കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നതാ. ദൂതന്മാരോട് അവൻ കൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ദാസൻ എൻ്റെ ദാസി കടന്നു പോകുമ്പോൾ കടന്നു പോകട്ടെ, അവർ ദൂതന്മാർ കാവലായി വരട്ടെ, അനർത്ഥങ്ങൾ വഴിമാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതലേ, ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതലേ, യേശുവിൻ്റെ രക്തം നിനക്ക് മറവിടമായിരിക്കും. ഹല്ലേലൂയ. ഉടകമന ശംധര റിമൽഖരാദി ഹല്ലേലൂയ റഖാമന ശംധര റിമലബന ഷൈദ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവജനത്തിനെതിരായി, ദൈവസഭയ്ക്കെതിരായി, തലമുറകൾക്കെതിരായി വെല്ലുവിളിക്കുന്ന ദുഷ്ട വ്യാപാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിശ്ചലമാകട്ടെ. ഊടാമാന ശംദൽഖരാദികവനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ദൈവത്തിന് സ്തോത്രം ഇവിടുത്തെ ഏതെങ്കിലും അധികാരികളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. സ്തോത്രം. ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ കരത്തിലാണ്. സ്തോത്രം. നിന്നെ തൊടണമെങ്കിൽ ദൈവത്തോട് അനുവാദം ചോദിക്കണം. ഹല്ലേലൂയ. വചനത്തിനകത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിനെ ഹല്ലേലൂയ ഉപദ്രവിക്കുവാൻ പിശാച് അനുവാദം ചോദിച്ചു, ദൈവം അനുവദിച്ചോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവവേദിലേ,
നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അതിൻ്റെ മുഴുവൻ ആധിപത്യവും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഭക്തന്മാർക്ക് വേണ്ടി തീച്ചുളയ്ക്കകത്ത് ഹല്ലേലൂയ കർത്താവ് കടന്നു പോയെങ്കിൽ, പൊട്ടക്കിണറ്റിലും സിംഹക്കൂട്ടിലും കർത്താവിൻ്റെ ദൂതന്മാരിറങ്ങിയെങ്കിൽ, നമുക്കും നമ്മുടെ യാത്രയിലും നമ്മുടെ കുടുംബത്തിനകത്തും ദൈവ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ മാമേ. സ്തോത്രം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല കേട്ടോ. നീ നോക്കേണ്ട രീതിയിൽ നോക്കിയാൽ നമുക്കറിയാം, മോശ സീനായി പർവ്വതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുമ്പം മോശയുടെ മുഖം ഒരു ഗ്ലോവിങ് മെറ്റൽ പോലെ, ആ മുഖത്തിൻ്റെ തേജസ് കാരണം കൂടെ ഉണ്ടായിരുന്ന അഹരോനും മറ്റുള്ള പ്രിയപ്പെട്ടവർക്കും നോക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു മൂടുപടം ഇട്ടുകൊണ്ടാണ് മോശ ഇറങ്ങി വന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജീവിച്ച, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം ഊറ്റിത്തന്ന, അല്ലെങ്കിൽ പാപമൊഴിക സകലത്തിനും തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്ര നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകിയില്ലേ? ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യേ ലോക മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ യേശുവിന്റെ മുഖത്തേക്ക് നോക്ക്. നിന്റെ ജീവിതത്തിന്റെ വാട്ടം മാറുവാൻ ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നീ നോക്കിയാൽ മതി. ഇവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എലിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ വിടുവിച്ചു. ഹല്ലേലൂയ. തൻ്റെ ദൂതന്മാരെ അയച്ച് ദൈവം തൻ്റെ മക്കളെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 2-ാം അധ്യായം അവസാനത്തെ വാക്യവും 3-ാം അധ്യായം 1-ാമത്തെ വാക്യവും ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ കോൺസെൻട്രേഷൻ ദൈവത്തിൻ്റെ മുഖത്തേക്കാകട്ടെ. ഇന്ന് രാത്രി ദൈവം നമ്മുടെ മേലൊന്ന് പ്രസാദിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ, നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവം ഇന്ന് രാത്രി വാസ്തവമായി നമ്മളെ അനുഗ്രഹിക്കും. സമയം ഹല്ലേലൂയ എൻ്റെ മുമ്പിൽ ഇല്ല, അതുകൊണ്ട് അവസാനിപ്പിക്കുക. വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ, അവ എല്ലാറ്റിൽ നിന്നും സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് ദാവീദിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഭക്തൻ പറഞ്ഞതുപോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗത്തുനിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ